ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ കുട്ടികളോടൊപ്പം ശ്രീ തിരുമാതാംകുന്ന് ക്ഷേത്രത്തിൽ ആനയൂട്ട് കാണാനാണ് പോകുന്നത്. ആനയെ കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോൾ രണ്ടാൾ നല്ല എക്സൈറ്റഡ് ആയി. ഡ്രസ്സ് മാറാനും കുളിക്കാനൊന്നും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പോകുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് കരുതിയിട്ട്. അങ്ങനെ ആസ് യൂഷ്വൽ അങ്ങാടിപ്പുറത്ത് എത്തിയപ്പോഴത്തേക്കും നല്ല ട്രാഫിക്കായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ട്രാഫിക്കൊക്കെ മാറി ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കും ആനയൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനയൂട്ട് വഴിപാട് നടത്തുവാൻ താല്പര്യമുള്ളവർ കൗണ്ടറുമായി ബന്ധപ്പെടുക. ഒരു ആനയൂട്ടിന് 200 രൂപ. അതാ വെയിറ്റ് ചെയ്ത് അങ്ങോട്ട് നോക്കാം. മക്കൾക്കാണെങ്കിൽ ഒരാൾക്ക് ആനയെ തൊടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾക്കാണെങ്കിൽ ചെറിയ പേടിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ അവർ ആസ്വദിച്ചിരിക്കുകയാണ്. അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടോ. ആനയൂട്ട് കാണാൻ പോകുന്നത് ഏറ്റവും നല്ല തീരുമാനമായും തോന്നി. കാരണം മക്കൾ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ അവരിതാ പോരാൻ കൂട്ടാക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് മഴ ചാറൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാമെന്ന് പറഞ്ഞിട്ടും കൂടി അവർ വാശി പിടിക്കുകയായിരുന്നു പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു. ആനയുടെ ആന ഇവിടെ ആന ಅಲ್ಲಿ ತೊಟ್ಟೋ ಚೊಟ್ಟೋ ಚೊಟ್ಟೋ നീ അമ്മ കൈ തൊട്ടു. ശരി ഏകദേശം ഒരു 9:30 ആയപ്പോഴേക്കും ആനകളെ കെട്ടഴിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അമ്പല കമ്മിറ്റിയിൽ നിന്ന് അറിയിപ്പ് വന്നത് 10 മണി വരെയാണ് ആനയൂട്ട് എന്ന് പറഞ്ഞിട്ട് ആനകളെ തിരിച്ചു വീണ്ടും വരിയായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അമ്പലത്തിൽ ദർശനത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഇത്ര ടൈമായിട്ട് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് മംഗല്യപൂജ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു തിരക്കുണ്ടെന്നല്ലാതെ
സാധാരണ നോർമൽ ഇവിടെ ഉണ്ടാകുന്ന തിരക്ക് മാത്രമേ ഇന്നുള്ളൂ. ഞങ്ങൾ കരുതിയിരുന്നു കർക്കിടക മാസമല്ലേ, അപ്പം നല്ല തിരക്കായിരിക്കും, ഇന്ന് ആനയൂട്ട് കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുമെന്ന് കരുതി. പക്ഷെ അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സുഖമായിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി പാൽപ്പായസം വഴിപാടാക്കിയിട്ടുണ്ടായിരുന്നു. പ്രസാദമൊക്കെ വാങ്ങി. ഇവിടുത്തെ പാൽപ്പായസം ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. നമ്മളിതുപോലെ വീട്ടിൽ എത്ര ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ടേസ്റ്റ് കിട്ടുകയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തളി ക്ഷേത്രത്തിലോട്ടായിരുന്നു. വന്ന സമയത്ത് നല്ല ബ്ലോക്കായിരുന്നു. അതുപോലെ തന്നെ ആനയൂട്ട് കാണാനുള്ളതുമല്ലേ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണിപ്പോൾ. ദർശനമൊക്കെ നടത്തി ഞങ്ങളുടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അമ്പലത്തിൻ്റെ മുൻവശത്തായിട്ട് സ്വതന്ത്ര സമര സേനാനിയും കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ്റെ പ്രതിമ കണ്ടത്. ഇതിനു മുൻപും ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. അതൊക്കെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴി കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പഴംപൊരിയൊക്കെ വാങ്ങി. ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.